മാവിന് എയർപോർട്ടുകളും മറ്റു പോട്ടുകളും ബാഗുകളൊക്കെ വെച്ചതിൻ്റെ അടിയിൽ മൾച്ചിങ് ഷീറ്റ് വിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാം മൾച്ചിങ് ഷീറ്റ് എന്തിനാണ് വിരിക്കണമെന്നൊക്കെ. പുല്ലുകൾ കളകൾ കയറാതിരിക്കാനാണ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനാണ്. എല്ലാവരും മൾച്ചിങ് ഷീറ്റ് വിരിക്കുമ്പോൾ അങ്ങനെ വലിയ ബോട്ടുകൾ അടിച്ചിറക്കിയിട്ടാണ്. ഞാനത് അതല്ല ഞാൻ ചെയ്യാറ്. ഞാൻ അതിന് പകരം ചട്ടികൾ മറ്റും മാവിൻ്റെ ഇല്ലാത്ത ചെറിയ ചട്ടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചൂട് നിർത്തി ആ ഒരു രീതി ചെയ്തു എന്നുള്ളത്. പിന്നെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മാവുകൾക്ക് പൂക്കാൻ ഒരു സ്ട്രെസ് വേണം. അത് നമ്മൾ ഈ മൾച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ളൊരു ടെമ്പറേച്ചർ ചൂട് അത് പോട്ടിലേക്ക് തൊട്ടും പോട്ടിൻ്റെ ആകൃതി കാരണം അതിൻ്റെ ഉള്ള നീർവാർച്ച കാരണം ആ പോട്ടിന് ചൂടാവും. അതിൽ നിന്നുള്ള ചൂട് മാവുകളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് മാവുകൾ മൾച്ച് ചെയ്ത ഷീറ്റ് വെച്ചതിൽ കുറച്ചും കൂടി വേരുകൾ കായ്ക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ മൾച്ച് ചെയ്യാതെ വെച്ചെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുമ്പോഴും ആ ഈർപ്പം അവിടുന്ന് വേണ്ടി നഷ്ടപ്പെടുന്നില്ല. അപ്പം ഇവിടെ ഈർപ്പം അടിയിലുണ്ടെങ്കിലും ഇവിടെ അതിൻ്റെ ഷീറ്റിൻ്റെ ചൂട് കാരണം അവിടുത്തെ ഊഷ്മാവിൽ വ്യത്യാസം വരും. അതാണ് ഒരു അനുഭവം.